നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ജയ്പൂരിലെ ജലാന ലെപ്പേർഡ് റിസർവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലെപ്പേർഡ് റിസർവ്. ജലാനയിൽ തന്നെ ജലാന കൂടാതെ വേറൊരു ഗേറ്റ് കൂടിയുണ്ട്, അമഗഡ്. ജലാന ലെപ്പേർഡുകൾക്ക് ഫേമസ് ആണെങ്കിൽ അമഗഡ് ഹൈനകൾക്ക് ഫേമസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. രന്തംപൂരിൽ നിന്നും 2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജയ്പൂർ എത്താം. ജയ്പൂരാണ് ജലാന ലെപ്പേർഡ് റിസർവ്, ഇന്ത്യയിലെ ആദ്യത്തെ ലെപ്പേർഡ് റിസർവ്. ആഫ്റ്റർനൂൺ സഫാരിയാണ് നമ്മളിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കയറിയപ്പോൾ തന്നെ കാടിൻ്റെ സൈഡൊക്കെ സേഫ്റ്റി ബേണിംഗ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഭാഗത്ത് വലിയധികം ആനിമൽസിൻ്റെ പ്രസൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓടി ഓരോ വാട്ടർ പോയിൻറ്റ്സിൽ ചെന്നിട്ട് അവിടെ ഏതെങ്കിലുമൊക്കെ ആനിമൽസിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യത്തെ വാട്ടർ ബോഡിയിൽ എത്തിയപ്പോൾ കുറച്ച് ബേഡ്സിനെയാണ് ഇവിടെയും കിട്ടിയത്. ഓരോ ഏരിയയിലുള്ള ലെപ്പേർഡ്സും ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് കൃത്യമായിട്ട് ഓരോരോ വാട്ടർ പോയിൻറ്റ്സിലാണ് വരുന്നത്. അങ്ങനെ നമ്മളൊരു വാട്ടർ പോയിൻറ്റിൽ എത്തിയപ്പോഴത്തേക്ക് ലെപ്പേർഡിൻ്റെ പ്രസൻസ് ഉണ്ട്. കുറച്ചുള്ളിലായിട്ടാണെങ്കിലും ലെപ്പേർഡ് അവിടെ ഇരിക്കുന്നുണ്ട്. വണ്ടികൾ വെയിറ്റ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ലെപ്പേർഡ് അവിടെ നിന്ന് മെല്ലെ മാറി. അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെടുത്ത് ചെന്നപ്പോൾ അവിടെ നല്ല ആക്ടിവിറ്റിയാണ്. വെള്ളത്തിൽ കുളിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് കിളികളാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ ഈ ടെറിട്ടറി മാനേജ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പം നമ്മുടെ ഫ്രെയിമിൽ കയറി വരുന്നത്. സംഭവം വേറൊന്നുമല്ല, ഈ കുളത്തിൻ്റെ അടുത്ത് തന്നെ ഇവരുടെ കൂടുണ്ട്. അപ്പോൾ ഒരാൾ മുട്ടയ്ക്ക് അടയിരിക്കുമ്പോൾ മറ്റേയാൾ ഇവിടെ വരുന്ന മറ്റ് ബേഡ്സിനെയൊക്കെ ഓടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത ആളും വന്നു, ഇന്ത്യൻ പൈഡ് കുക്കു. നമ്മൾ കാണുന്ന കുയിലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെള്ള കളർ കൂടുതലുള്ളതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയും കൂടെ ഉണ്ട്. നമ്മുടെ ലാപ്പിംഗ് ആണെങ്കിൽ ഇടയ്ക്ക് പോയെന്ന് വെള്ളമൊക്കെ നനഞ്ഞിട്ട് വന്നിട്ടാണ് മുട്ടയുടെ മേളിലിരിക്കുന്നത്. മുട്ടയ്ക്ക് ഹ്യൂമിഡിറ്റി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ വെള്ളത്തിലൊക്കെ ഇടയ്ക്ക് നനയുന്നത്. കമ്പും കല്ലും ഒക്കെ വാരിയിട്ട് കൂടിൻ്റെ അറ്റകുറ്റപ്പണികളും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് ലെപ്പേർഡിൻ്റെ സൈറ്റിങ് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് എത്തി. അപ്പോൾ നല്ല ദൂരെയായിട്ട് ലെപ്പേർഡ് കിടക്കുന്നുണ്ട്. നമ്മൾ കറങ്ങി തിരിഞ്ഞു വന്ന റോഡിൻ്റെ ഇങ്ങേ വശത്തുനിന്ന് മാത്രമേ ലെപ്പേർഡ് വിസിബിൾ ആയിട്ടുള്ളൂ. ഇത് ഇവിടുത്തെ ഒരു മെയിൽ ലെപ്പേർഡാണ്. അത്യാവശ്യം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ഇവിടുത്തെ ആനിമൽസൊക്കെ കൂടുതൽ സമയം ചൂടത്ത് ഇങ്ങനെ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മോർണിംഗിലും ഈവനിങ്ങിലും ഇവരേതെങ്കിലും വാട്ടർ പോണ്ടിൻ്റെ അടുത്ത് വന്നിട്ട് വെള്ളം കുടിക്കും. അങ്ങനെ ഇവിടെ നമുക്ക് കൂടുതലും സൈറ്റിങ് കിട്ടുന്നത് വാട്ടർ പോണ്ടിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. വെള്ളം കുടിക്കുന്ന സൈറ്റിങ്ങാണ് മിക്കവാറും കിട്ടാറുള്ളത്. അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞു കിടന്നിട്ട് ഈ ലെപ്പേർഡ് എഴുന്നേറ്റ് വരുന്ന ലക്ഷണമൊന്നുമില്ലയെന്ന് കണ്ടതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് മെല്ലെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളാണെങ്കിൽ ആദ്യം കണ്ട ലെപ്പേർഡിൻ്റെ പേര് നട്തുവാലി എന്നാണ്. ഇപ്പം കണ്ടതാണെങ്കിൽ ഒരു മെയിൽ ലെപ്പേർഡാണ്. അങ്ങനെ ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ വെള്ളം ഒഴുകുന്ന ഒരു ചെറിയ ചാലുണ്ട്. ആ ചാലിനകത്തും ഒരു ലെപ്പേർഡുണ്ട്. നമ്മൾ ഈ ലെപ്പേർഡ് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ ബാക്കിൽ കാണുന്നത് ഇവിടുത്തെ ചുറ്റുമതിലും അതിന് പുറത്ത് ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അപ്പോൾ ഇത്രയും ജനവാസ മേഖലയിലാണ് ഈ ലെപ്പേർഡുകളുടെ ഈ കാടുള്ളത്. അങ്ങനെ ആ ലെപ്പേർഡ് പുറത്ത് വരാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്ത വാട്ടർ പോയിന്റിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ജിലേബി എന്ന് പേരുള്ള ഒരു ലെപ്പേർഡും അതിൻ്റെ കുട്ടിയും അവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കിട്ടിയത്. കുട്ടിയെ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്തില്ല കേട്ടോ. വീഡിയോ വലിയ സ്ക്രീനിൽ കണ്ടപ്പോഴാണ് അതിനകത്ത് കുട്ടിയുണ്ടെന്നുള്ള കാര്യം തന്നെ മനസ്സിലായത്. അങ്ങനെ ജിലേബി അവിടെ നിന്ന് നടന്ന് കുറച്ച് മാറിയിട്ട് മേളിലേക്ക് കയറി പോവാണ്. ജിലേബിക്ക് 2 കുട്ടികളുണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഒരു കുട്ടിയെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. അപ്പം മറ്റേ കുട്ടിയും ഈ ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ഇവിടുത്തെ എല്ലാ ലെപ്പേർഡിനും ഇവർ പേര് കൊടുത്തിട്ടുണ്ട്. ടൈഗറിന് നമ്പറിങ് കൊടുക്കുന്നവരെ ഇവിടുത്തെ ലെപ്പേർഡിൻ്റെയൊക്കെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് പേരാണ്. ഇവരുടെ മാർക്കിങ് വെച്ചിട്ടും കളറിൻ്റെ ഷെയ്ഡൊക്കെ വെച്ചിട്ടുമാണ് ഇവരിതിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട ചാലിലിരുന്ന ലെപ്പേർഡാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിയിട്ട് ഒരു മൺതിട്ടയുടെ പുറകിൽ വന്ന് ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ വിഷ്വൽസിൽ കുറച്ച് ഗ്രെയിൻസ് ഒക്കെ ഉണ്ട്. സഫാരിയുടെ സമയവും ഏകദേശം കഴിയാനായി. അങ്ങനെ ഫസ്റ്റ് സഫാരിയിൽ തന്നെ നമുക്ക് 5 ലെപ്പേർഡിനെ കാണാൻ പറ്റി. മോർണിംഗ് സഫാരിക്ക് അകത്തോട്ട് കയറുന്ന സമയത്ത് ചുറ്റുമുള്ള മരത്തിലൊക്കെ മയിലൊക്കെ ഇരിപ്പുണ്ട്. വെളിച്ചം വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അകത്തോട്ട് കയറി എല്ലാ വണ്ടികളും പല പല വാട്ടർ പോണ്ടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. രാവിലെ ഇവിടെ ബേഡ്സിൻ്റെ ആക്ടിവിറ്റി നന്നായിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സഫാരിയിൽ ആദ്യം ലെപ്പേർഡിനെ കണ്ട പോണ്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു മയിൽ ഒരു മരത്തിൽ കയറിയിരിപ്പുണ്ട്. സാധാരണ നിലത്തൂടെ കറങ്ങി നടക്കുന്ന ഇവർ എന്തെങ്കിലും ചെറിയ പേടിയൊക്കെ തോന്നുമ്പോഴാണ് മരത്തിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെറിട്ടറി മാനേജ് ചെയ്യുന്ന ഒരാളുണ്ട്, ഒരു ലാപ്പിംഗ് ആണ്. ഇതിന് കുട്ടിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവർ ഇത്ര അഗ്രസീവ് നേച്ചർ കാണിക്കുന്നത്. ആര് വന്ന് വെള്ളം കുടിച്ചാലും ഇവരവിടെ പറന്ന് ചെന്ന് ഓടിക്കും. ഓരോരോ സ്പോട്ടുകൾ നമ്മളിങ്ങനെ തപ്പിപ്പോകുന്ന വഴിക്കും നമുക്കൊരുപാട് കാഴ്ചകൾ കിട്ടുന്നുണ്ട്.
ഒരു ഉണങ്ങിയ മരത്തിൻ്റെ മുകളിൽ ഇലകൾക്ക് പകരം മുഴുവൻ നമ്മുടെ അമ്പലപ്രാവുകൾ ഇരിക്കുന്നൊരു കാഴ്ചയാണ്. ഇവർ സത്യം പറഞ്ഞാൽ ഈ കാട്ടിലെ സ്ഥിരതാമസക്കാരൊന്നുമല്ല. ഈ കാടിനകത്തുള്ള അമ്പലത്തിൽ ആൾക്കാർ കൊടുക്കുന്ന ധാന്യങ്ങളൊക്കെ തിന്നാൻ വേണ്ടി വരുന്നവരാണ്. നീൽഗായിയെ നമുക്ക് ഇവിടെ വളരെ അടുത്ത് കാണാൻ പറ്റും. പക്ഷേ ഇത്തവണ നീൽഗായുടെ എണ്ണം വളരെ കുറവായിട്ടാണ് തോന്നിയത്. നല്ല ഡ്രൈ സീസൺ ആയി കഴിയുമ്പോൾ ഇവർക്ക് ഇവിടുത്തെ ഫുഡിൻ്റെ അവൈലബിലിറ്റി വളരെ കുറഞ്ഞു പോകുന്ന സമയത്ത് പുല്ല് കൊണ്ടുവന്നിട്ട് ഇവരെ ഫീഡ് ചെയ്യാറുണ്ട്. ആ സമയത്ത് ഇവർ കൂട്ടത്തോടെ ഈ പുല്ലിടുന്ന സ്ഥലങ്ങളിലേക്ക് വന്ന് നിൽക്കാറുണ്ട്. മയിലുകളെയൊക്കെ പോലെ തന്നെ മെയിൽ നീൽഗായിയാണ് കാണാൻ ഭംഗി. രാവിലത്തെ സഫാരിയിൽ ലെപ്പേർഡ് സൈറ്റിംഗ് ഒന്നും കിട്ടാഞ്ഞുകൊണ്ട് നമ്മൾ ചെറിയ സങ്കടത്തോടെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അത് എത്ര സൈറ്റിംഗ് കിട്ടിയാലും നമുക്കൊന്നും കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു സങ്കടമാണ്. അങ്ങനെ ഉച്ച കഴിഞ്ഞത്തെ സഫാരി നമ്മൾ കയറി നേരെ ചെല്ലുമ്പോൾ തന്നെ ഒരു വാട്ടർ പോണ്ടിൻ്റെ സൈഡിൽ നമ്മളെയും കാത്ത് ഇവിടുത്തെ നായകൻ റാണ കിടപ്പുണ്ടായിരുന്നു. ഇവനാണ് ജലാനയിലെ കഥയിലെ ഹീറോ. 4 തവണ നമ്മൾ ജലാനയുടെ പാക്കേജ് ചെയ്തിട്ട് എല്ലാ തവണയും റാണയുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. റാണ കിടക്കുന്ന കുളത്തിൻ്റെ അടുത്തും കുറച്ച് പേര് വന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ പലരും അത്ര ധൈര്യത്തോടെ ഒന്നുമല്ല വന്ന് ഇറങ്ങുന്നത്. കുറച്ചകലെ മാറി നിന്നിട്ട് കുറേ നേരം വാച്ച് ചെയ്തിട്ടാണ് അടുത്തയാൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഒരു അണ്ണാനാണ്. റാണ കിടന്നുറങ്ങുന്നതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തോടെ വന്ന് വെള്ളം കുടിക്കാൻ നിൽക്കുന്നത്. ഈ സമയത്തും വരുന്നവരെയൊക്കെ കൊത്തി ഓടിക്കാനായിട്ട് ലാപ്പിങ് ഇതിൽ നടക്കുന്നുണ്ട്. ലാപ്പിങ്ങിന് റാണയായിട്ട് വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. റാണ കിടക്കുന്നതൊന്നും ഇവർ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തയാളും വന്നു. പേടിച്ച് കരഞ്ഞോണ്ടാണ് ആശാൻ്റെ വരവ്. റാണയുടെ പ്രസൻസ് മനസ്സിലാക്കിയിട്ട് തന്നെയാണിത്. കുറേ നേരം റൗണ്ട് അടിച്ച് ഇതിലെയൊക്കെ നടന്നിട്ട് വെള്ളം കുടിക്കാൻ പോകണോ വേണ്ടേ എന്നുള്ളൊരു സംശയത്തിലാണ് ആശാൻ്റെ നിപ്പ്. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം റാണ അവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റു. ഇനി റാണ നേരെ പോകുന്നത് വെള്ളം കുടിക്കാനാണ്. ബാക്കി എല്ലാവരും ഈ സമയത്ത് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തു. ഇനി നമ്മുടെ നായകൻ്റെ ഷോ ആണ്. കുറേ നേരം അവിടെ ഇരുന്ന് വെള്ളം കുടിക്കൽ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒരു നോട്ടമുണ്ട്. ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വിശപ്പും മാറി ഇനി ദാഹം മാറ്റിയിട്ടാണ് അടുത്ത യാത്ര. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ഇന്ത്യയിലെ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് ലെപ്പേർഡിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാര്യം വേറൊന്നുമല്ല, ഇവൻ അത്ര നാണം കുണിയൊന്നുമല്ല. വണ്ടികളും ആളുകളും ഒക്കെ ഇവൻ കണ്ട് പരിചയിച്ചതാണ്. അതുകൊണ്ട് തന്നെ എത്ര വണ്ടി വന്ന് കിടന്നാലും ഇവൻ്റെ കാര്യങ്ങൾ നോക്കി അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അങ്ങനെ കുറേ നേരത്തെ വെള്ളം കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എഴുന്നേറ്റ് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് സ്ട്രെച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇവൻ കാട്ടിലോട്ട് കയറിപ്പോകുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇന്നത്തെ ഷോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിൽ ഇവൻ വീണ്ടും അവിടെ കിടന്ന് നമുക്ക് ഫേസ് ചെയ്ത് തന്നെ നല്ല കാഴ്ചകൾ തന്നു. കിടന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു വിശ്രമം മസ്റ്റാണ്. അതാണ് ഇവൻ്റെ സ്വഭാവം. കഴിഞ്ഞ 3 തവണത്തെ ട്രിപ്പിലും ഇങ്ങനെ തന്നെയായിരുന്നു ഇവൻ്റെ പ്രവൃത്തികൾ. ഇതൊക്കെ നടക്കുമ്പോൾ ഒരാൾ ദേ ഇവിടെ ലാപ്പിങ്ങിൻ്റെ മുട്ട മോഷ്ടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അതിനെ ആ ലാപ്പിംഗ് ആണെങ്കിൽ കൊത്തി ഓടിക്കുകയും ചെയ്തു. ഈ ഒച്ചയും ബഹളവും എല്ലാം കേട്ടിട്ട് ഉറക്കം അങ്ങോട്ട് ശരിയായില്ല എന്ന് തോന്നുന്നു. തിരിഞ്ഞും മറിഞ്ഞും കുറേ നേരം കൂടെ അവിടെ കിടന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് മെല്ലെ എഴുന്നേറ്റ് സ്ട്രെച്ചിങ്ങും യാണിങ്ങും ഒക്കെയാണ് നമുക്കായിട്ട് ഇവൻ കരുതി വെച്ചിരുന്നത്. അങ്ങനെ വന്നവർക്കെല്ലാം നല്ല ഹാപ്പിയായി. റാണ എന്നുള്ള പേര് തന്നെയാണ് ജലാനയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. അവിടെ ചെന്നാൽ റാണയെ കാണാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണോ എന്ന്. നമ്മൾ ഇതുവരെ വന്നിട്ട് അങ്ങനെ ഉറപ്പൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും വന്ന എല്ലാ തവണയും റാണയെ കാണാൻ പറ്റി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ മെല്ലെ കാട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് ഇവൻ ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ ഇനി നേരെ അപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ആ റോഡിൽ പോയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് ഇവൻ നേരെ നമ്മുടെ വണ്ടിയുടെ മുന്നിലേക്ക് തന്നെ നടന്നു വന്നത് നമ്മൾ പോകേണ്ട ഡയറക്ഷനിൽ തന്നെ ആയതുകൊണ്ട് നമുക്കിവനെ ഓവർടേക്ക് ചെയ്ത് പോകാനും പറ്റത്തില്ല. ഇവനാണെങ്കിൽ വഴിയിൽ നിന്ന് മാറുന്നുമില്ല. സഫാരിയുടെ ടൈമാണെങ്കിൽ ഏകദേശം കഴിയാനുമായി. നമ്മുടെ വണ്ടി മാത്രമാണ് ഇപ്പോൾ ബാക്കിലുള്ളത്. ബാക്കി വണ്ടികളെല്ലാം ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റാണയുടെ ടെറിട്ടറി മാർക്കിങ്ങും നടപ്പും എല്ലാം കണ്ടിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റോളം നമ്മളിവൻ്റെ പുറകെ തന്നെ പോകേണ്ടി വന്നു. നമ്മുടെ ഡ്രൈവറാണെങ്കിൽ അവനൊട്ടും ശല്യം ചെയ്യാതെ കുറച്ച് മാറ്റി നിർത്തി അവൻ പോയി കുറേ അങ്ങ് എത്തിക്കഴിയുമ്പോഴാണ് വണ്ടി എടുക്കുന്നത്. ഇനി ഇവൻ കാട്ടിലോട്ട് കയറിപ്പോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. റോഡ് ബ്ലോക്ക് ചെയ്ത പോലെ റോഡിലൂടെ അവന് തോന്നിയ സ്പീഡിൽ മെല്ലെ നടന്നു പോവാണ്. സംഭവം അവൻ്റെ കാടൊക്കെ തന്നെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ക്ഷമിച്ചു. അങ്ങനെ റാണയെ കണ്ട സന്തോഷത്തിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. 4ാമത്തെ സഫാരി നമ്മൾ എടുത്തിരിക്കുന്നത് അമഗഡിലാണ്. ജലാന ലെപ്പേർഡ് റിസർവിൻ്റെ വേറൊരു ഭാഗത്തുള്ള ലെപ്പേർഡ് റിസർവ് തന്നെയാണ് അമഗഡ്. ഇങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണെങ്കിൽ നിറച്ച് പഴയ ബിൽഡിങ്ങൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ട്രീറ്റും.
അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി ഒറ്റ വണ്ടി മാത്രമാണ് അമഗഡിൽ ഇന്ന് സഫാരിക്കുള്ളത്. ലെപ്പേർഡ് സൈറ്റിംഗ് ഇവിടെ വളരെ റെയർ ആണെങ്കിലും ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹൈനകളാണ്. ലെപ്പേർഡിൻ്റെ ഡെൻസിറ്റി ഇവിടെ കുറവായതുകൊണ്ട് ഹൈനകൾ കൂടുതലായിട്ട് ഈ ഭാഗത്താണ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ സഫാരി തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആകുന്നതിന് മുന്നേ തന്നെ ഒരു വാട്ടർ പോണ്ടിൻ്റെ അടുത്ത് ഒരു ഹൈനയുടെ സൈറ്റിങ് കിട്ടി. വെള്ളത്തിലിറങ്ങി വെള്ളം കുടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ ഈ ഹൈന. ഇവന്മാർ കുറച്ച് പ്രശ്നക്കാരാണ്. ഗ്രൂപ്പായിട്ടാണ് മിക്കവാറും ഹണ്ടിങ്ങും നടക്കുന്നതുമെല്ലാം. നമ്മുടെ വൈൽഡ് ഡോഗ്സിനെ പോലെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലുന്നതിന് മുന്നേ തന്നെ ഭക്ഷണമാക്കി തുടങ്ങുന്ന സ്വഭാവവും ഇവർക്കും ഉണ്ട്. നമ്മൾ സഫാരിക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ഹൈനകൾ നല്ല ബോൾഡാണ്, വണ്ടിയൊന്നും അവർ അധികം മൈൻഡ് ചെയ്യില്ല. അതേസമയം ജലാനയിൽ നമ്മൾ ആദ്യത്തെ തവണ വന്നപ്പോൾ കണ്ട ഹൈന വണ്ടി കണ്ടപ്പോൾ ഓടിപ്പോവുകയാണ് ചെയ്തത്. വണ്ടിയെ പേടിയില്ലെങ്കിലും അപ്രതീക്ഷിതമായിട്ടൊരു പൊന്മാൻ പറന്നു വന്നപ്പോൾ ഇവനൊന്ന് പേടിച്ചു. അങ്ങനെ കുറ്റിക്കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഇവൻ നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോയി അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അവിടെ നിന്ന് വീണ്ടും എഴുന്നേറ്റ് റോഡ് ക്രോസ് ചെയ്ത് എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ കൂട്ടത്തിലുള്ളവർ ചിലപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല. 3-4 എണ്ണത്തിൻ്റെ ഒരു ചെറിയ കൂട്ടമാണ് ഇവിടെ എപ്പോഴും ഉണ്ടാകാറുണ്ടെന്നാണ് ഡ്രൈവറും പറഞ്ഞത്. അങ്ങനെ ഇവൻ നടന്നു പോകുന്ന വഴിയുടെ പുറകെ നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നു. അപ്പോഴത്തേക്ക് തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് എന്തൊക്കെയാ മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഇവൻ്റെ കൂട്ടുകാർ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. അങ്ങനെ അവൻ സൈഡിലേക്ക് അങ്ങ് കയറിപ്പോയി. നമ്മൾ വണ്ടി തിരിച്ച് വാട്ടർ പോണ്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ അടുത്ത 2 പേരും അവിടെ വന്നിട്ടുണ്ട്. ഇത്തവണ 2 പേര് ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. ഒരാൾ വെള്ളത്തിലിറങ്ങി വെള്ളം കുടിച്ചിട്ട് വെള്ളത്തിലിറങ്ങി കിടപ്പാണ്. മറ്റേ ആളാണെങ്കിൽ സൈഡിൽ നിന്ന് മെല്ലെ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഇങ്ങനെ നടന്നു നോക്കുന്നുമുണ്ട്. 2 പേരെ ഒന്നിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ 3 പേരെയും കൂടി ഒന്നിച്ച് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന ആഗ്രഹമായി പിന്നെ നമുക്ക്. മുൻകാലുകൾക്ക് പിൻകാലുകളേക്കാൾ നല്ല നീളക്കൂടുതലുള്ളതുകൊണ്ട് ഇവരുടെ പുറം ഭാഗം നല്ല പൊങ്ങിയാണ് ഇരിക്കുന്നത്. ചില കുതിരകളുടെയൊക്കെ ഷേപ്പ് പോലെയാണ് ഇവരുടെ ബോഡിയുടെ ഒരു ഷേപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ തല കുനിച്ച് വെള്ളത്തിൽ ഇറങ്ങി നിന്നാലേ ഇവർക്ക് വെള്ളം കുടിക്കാനും പറ്റുള്ളൂ. വെള്ളം കുടിയൊക്കെ കഴിഞ്ഞ് 2 പേരും കൂടെ ഒന്നിച്ചൊരു ഫ്രെയിമിലൊക്കെ വന്ന് നിന്നിട്ട് പിന്നീട് 2 പേരും 2 സൈഡിലേക്ക് നടന്നു പോവുകയാണ് ചെയ്തത്. ഹൈനകൾ രണ്ടും റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് 2 സൈഡിലേക്ക് കയറിപ്പോയി. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ സഫാരി റൂട്ട് ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ജലാലയിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടെറൈനൊക്കെയാണ് ഇവിടുത്തേത്. കൂടുതൽ കുന്നും മലയും നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ്. ജലാനയിൽ ഫോർട്ട് ഇരിക്കുന്ന ഒരു വലിയ ഹില്ലാണുള്ളതെങ്കിൽ ഇവിടെ കുറേ ചെറിയ കുന്നുകളാണുള്ളത്. അങ്ങനെ ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വന്നപ്പോൾ വീണ്ടും നമ്മൾ മുമ്പേ കണ്ട അതേ 2 ഹൈനകളെ തന്നെ ഇവിടെ കണ്ടു. ഇവിടെയാണെങ്കിൽ കുറച്ച് മണ്ണൊക്കെ ഇളകിയിട്ട് ഒരു പൊത്ത് പോലുള്ളൊരു ഭാഗമുണ്ട്. ഒരാൾ അതിനകത്തേക്ക് കയറി പോവുകയാണ്. വേറൊരാളാണെങ്കിൽ സൈഡിൽ നിന്നിട്ട് എന്തൊക്കെയോ തിന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഹണ്ട് ചെയ്ത ഏതോ ഒരു മൃഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അതാണ് ഈ താഴെ നിൽക്കുന്നയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റവൻ പൊത്തിനകത്ത് കയറിയിട്ട് എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല. ഇനി വേറെന്തെങ്കിലും ജീവികളുടെ പൊത്താണെങ്കിൽ അതിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാളങ്ങളായിരിക്കും ഇവരും ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും വളർത്താനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവർ 2 പേരും ഈ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഇവൻ പോയ വഴിയിൽ നമ്മൾ അവനെ ഫോളോ ചെയ്ത് പോയി. അപ്പോൾ കുറച്ച് മാറിയിട്ട് ഹണ്ട് ചെയ്തിട്ട ഏതോ ഒരു മൃഗത്തിൻ്റെ ഒരു കാലിൻ്റെ ഭാഗം കടിച്ചുകൊണ്ട് റോഡിൽ നമുക്ക് ഹെഡ് ഓൺ ആയിട്ട് നടന്നു വരികയാണ്. കുറച്ച് ദൂരം നടന്നു വന്നിട്ട് സൈഡിലേക്ക് മാറി അവിടെ എന്തോ കൊണ്ടുവെക്കാനുള്ള പരിപാടിയാണ്. രണ്ടാമത് ഇവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഈ ഭാഗം ഇവൻ്റെ കയ്യിലില്ലായിരുന്നു. ഹൈനകളെ മതിയാവോളം കിട്ടിയതുകൊണ്ട് നമ്മൾ വീണ്ടും സഫാരി റൂട്ടിലൂടെ മുന്നോട്ട് തന്നെ പോയി. ഈ ഫോറസ്റ്റിൽ ലെപ്പേർഡിൻ്റെ സൈറ്റിങ് വളരെ റെയറാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം ഒരു 10 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെയാണ് ലെപ്പേർഡ് സൈറ്റിങ് കിട്ടുന്നത്. പക്ഷെ മയിലുകൾ ഇവിടെ ഒരുപാടുണ്ട്. പീലിയൊക്കെ വിടർത്തി നല്ല ഭംഗിയായിട്ട് ഡാൻസൊക്കെ കളിക്കുന്ന ഒരാൺമയിൽ. ചുറ്റും നിൽക്കുന്ന 2-3 പെൺമയിലുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ്റെ ഈ ഡാൻസ് പരിപാടി. റോഡിൻ്റെ സൈഡിലും കുളത്തിൻ്റെ സൈഡിലും ഒക്കെ കൂട് കൂട്ടുന്ന ആളുകളാണിതേ ഇവർ, ലാപ്വിങ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജീവിതം ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാര്യം ഇതുപോലെ റോഡിൻ്റെ സൈഡിലൊക്കെ കൂട് കൂട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പറക്കാനാകുന്നവരെ അവരെ കാവൽ നിർത്തി വളർത്തിക്കൊണ്ടുവരുന്നതാണ് ഇവരുടെ മാതാപിതാക്കൾ. ഈ ഇരിക്കുന്ന ലാപ്വിങ്ങിനാണെങ്കിൽ 2 കുഞ്ഞുങ്ങൾ വിരിഞ്ഞതും ഒരെണ്ണം വിരിയാത്ത മുട്ടയും ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത്. മുട്ടയിട്ടിരിക്കുന്നതും കണ്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങളായിട്ട് നടക്കുന്നതും കണ്ടിട്ടുണ്ട്.
ഈ ബാക്കിയിരിക്കുന്ന ഒരു മുട്ട മിക്കവാറും 1-2 ദിവസത്തിനുള്ളിൽ വിരിയേണ്ടതാണ്. അമ്മയുടെ അടുത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി കറങ്ങി നടന്നിട്ട് തിരിച്ചു വന്ന് അമ്മയുടെ ചിറകിൻ്റെ ഉള്ളിലേക്ക് കയറി സ്ഥാനം പിടിക്കുന്നുണ്ടോ. 2 കുഞ്ഞുങ്ങളാണിപ്പോൾ നിലവിൽ വിരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ കാഴ്ചയൊക്കെ കണ്ട് നമ്മുടെ സഫാരി ഏകദേശം തീരാനായി. ഒരൊറ്റ ട്രിപ്പിൽ തന്നെ നമ്മുടെ നാട്ടിലെ പ്രധാന ബിഗ് ക്യാറ്റ്സായ ടൈഗറിനെ, ലയണിനെ, ലെപ്പേർഡിനെയൊക്കെ കണ്ടുവരാൻ വേണ്ടിയാണ് ബിഗ് 3 സർക്യൂട്ട് പ്ലാൻ ചെയ്തത്. ഇനി നമ്മൾ ഇതേ പാക്കേജ് ചെയ്യുന്നത് ഒക്ടോബറിലാണ്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്കും തിരിച്ചും 3rd AC ട്രെയിനിലാണ്. ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് 3rd AC ട്രെയിനിൽ തന്നെയാണ്. ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തേക്കും സഫാരി പോയിന്റിലേക്കും ഒക്കെ നമ്മൾ ടാക്സിയൊക്കെ ഹയർ ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്നതാണെങ്കിൽ 3 സ്ഥലത്തും നല്ല ക്വാളിറ്റിയുള്ള റൂംസിൽ തന്നെയാണ്. AC അക്കോമഡേഷനാണ്. ഒരു റൂമിൽ 3 പേര് വെച്ചാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഒരു റൂമിൽ ഡബിൾ ഒക്യുപ്പൻസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പേയ്മെൻറ്റും കൂടെ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ അതും പോസിബിളാണ്. പിന്നെ നമ്മുടെ ഈ ടോട്ടൽ ട്രിപ്പിൻ്റെ ആകെ ദിവസം എന്ന് പറയുന്നത് 13 ദിവസമാണ്. ഇത്രയും ദിവസം ബുദ്ധിമുട്ടുള്ളവർക്ക് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 2 ദിവസം അങ്ങനെ സേവ് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് കുറച്ച് സമയം എക്സ്ട്രാ കിട്ടുന്നത്, അതായത് 2 സഫാരികൾ, മോർണിംഗ് ഈവനിങ് സഫാരിയുടെ ഒക്കെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ലോക്കലായിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. ഇപ്പോൾ ജയ്പൂർ ആണെങ്കിൽ ജയ്പൂർ സിറ്റിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതുപോലെ പർച്ചേസിനും ഒക്കെ പറ്റിയ ഒരു സിറ്റി തന്നെയാണ് ജയ്പൂർ. ഗീറിലാണെങ്കിൽ ഒരു മീറ്റർ ഗേജ് ട്രെയിനുണ്ട്. അപ്പോൾ നമുക്ക് സഫാരിയുടെ ഇടയ്ക്കുള്ള സമയത്ത് ട്രെയിനിൻ്റെ സമയം കൂടെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ യാത്രയൊക്കെ അതിലും ചെയ്യാം. എല്ലാ സ്ഥലങ്ങളിലും നല്ല ക്വാളിറ്റിയുള്ള റെസ്റ്റോറൻറ്റ്സും വെജും നോൺ വെജും ആയിട്ട് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവൈലബിളുമാണ്. ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒക്ടോബറിൽ അല്ലെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്കാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കും നമ്മൾ യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണക്റ്റഡ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ യാത്രകളുടെ അപ്ഡേറ്റും കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.